തൂപ്പുകാരനായി ജോലി ചെയ്തിരുന്ന ഈ സാധാരണക്കാരൻ തന്റെ മകൻ എരിവുള്ള ചോളം കഴിക്കുന്നത് കണ്ടപ്പോഴാണ് ഹോട്ട് ചീറ്റോസ് എന്ന ആശയം മനസ്സിൽ ഉദിക്കുന്നത്. തന്റെ പ്രദേശത്തുള്ളവർക്ക് എരിവുള്ള ഭക്ഷണത്തോടുള്ള താൽപര്യം മനസ്സിലാക്കിയ അയാൾ വീട്ടിൽ വെച്ച് പലതരം മുളകുകൾ ചേർത്ത് അതീവ രുചികരമായ ഒരു ഹോട്ട് സോസ് തയ്യാറാക്കി. തന്റെ ഈ പുതിയ ആശയം കമ്പനിയിലെ മാനേജർക്ക് മുന്നിൽ അവതരിപ്പിച്ചെങ്കിലും ഒരു തൂപ്പുകാരനായതിനാൽ അയാൾ അത് പൂർണ്ണമായും അവഗണിച്ചു. ഒടുവിൽ ഒട്ടും പിന്മാറാതെ അയാൾ കമ്പനി പ്രസിഡന്റിനെ നേരിട്ട് വിളിച്ച് കാര്യം പറഞ്ഞു. ആ എരിവുള്ള ചിപ്സിന്റെ രുചി ഇഷ്ടപ്പെട്ട പ്രസിഡന്റ് 2 ആഴ്ചയ്ക്കുള്ളിൽ ഫാക്ടറി സന്ദർശിക്കാൻ തീരുമാനിച്ചു. പ്രസിഡന്റ് എത്തിയ ദിവസം സാങ്കേതിക വാക്കുകളൊന്നും അറിയാതിരുന്നിട്ടും ആ മനുഷ്യൻ ഹൃദയത്തിൽ തട്ടി സംസാരിച്ചു. അയാളുടെ ആത്മവിശ്വാസം കണ്ട് പ്രസിഡന്റ് ആ ചിപ്സ് വിപണിയിലിറക്കാൻ അനുമതി നൽകി. എന്നാൽ തുടക്കത്തിൽ പരസ്യമില്ലാതിരുന്നതിനാൽ ചിപ്സ് വലിയ പരാജയമായി മാറി. തോറ്റുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന അയാൾ തന്റെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ തെരുവുകളിൽ സൗജന്യമായി ഇതിന്റെ സാമ്പിളുകൾ വിതരണം ചെയ്തു. ഒപ്പം സൂപ്പർമാർക്കറ്റുകളിൽ ചെന്ന് ആളുകളോട് ഇതിന്റെ രുചിയെക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങി. വൈകാതെ തന്നെ ഈ ചിപ്സ് ജനപ്രിയമാവുകയും വൻതോതിൽ വിറ്റഴിയുകയും ചെയ്തു. ഒരിക്കൽ പൂട്ടലിന്റെ വക്കിലെത്തിയിരുന്ന ആ ഫാക്ടറി കോടികളുടെ ലാഭത്തിലായി മാറുകയും പഴയ തൊഴിലാളികൾക്കെല്ലാം ജോലി തിരികെ ലഭിക്കുകയും ചെയ്തു. ആ മനുഷ്യന്റെ കഠിനാധ്വാനവും ബുദ്ധിയും കണ്ട പ്രസിഡന്റ് ഒടുവിൽ ആ തൂപ്പുകാരനെ കമ്പനിയുടെ ഔദ്യോഗിക മാർക്കറ്റിംഗ് ഡയറക്ടർ പദവി നൽകി ആദരിച്ചു.